പുറകോട്ട് നടക്കുമ്പോ ഇത്ര സ്പീഡാ പറ്റി കൊണ്ടുകൂടാ. അയ്യോ ദേ മുണ്ട മുഴുവൻ ചെളി. ഇതുകൊണ്ട് എന്നെ എക്സൈറ്റേഷൻ ചെയ്ത് തെറി. ഞാൻ അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? എന്റെ സൂചേട്ടാ, ഞാനിതെങ്ങനെ സഹിക്കൂ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ആ ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു, അവക്ക് കല്യാണത്തിന് സമ്മതം. അവനെ ഓടിക്കളഞ്ഞടി. ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഈ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ പോയി സെറ്റ് ആവും. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ ഡി. നീ എന്തിനൊക്കെയാണ് ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ടാട്ടാ. വേണ്ട, ഗുണ്ടയല്ലേ, കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കട എന്നോട് പ്രാന്തല്ലേ കേട്ടോ, എല്ലാം കൂടി വലിച്ചോർത്തി പള്ളേ കളഞ്ഞു. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാല. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ. ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേട്ടൻ ഇത് ഇട്ട പേരിട്ട്? ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ, എന്റെ സുഖു. അമ്മ മാങ്ങ കൊണ്ടവളെ ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരിയാ. നീ കണ്ടറിഞ്ഞു ചെയ്യും മോളെ. സുഖുച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേഗം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ, തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല, മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി.
ആരാധന എന്ന് വെച്ചാ ഈ ഈ പ്രേ- പ്ര- പ്ര- പ്രേ- പ്രേമം പ്രേമം ഛേ, പ്രേമം. എന്തോടെ നോക്കണ എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ 8606600. ഓക്കെ ഓക്കെ അല്ല, ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചേട്ടാ. ഇതാണോ നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്? ഈവൻ ഇത്രയൊക്കെ മതി. കൊട്ടാരക്കര കുണ്ടാവിള വീട്ടിൽ ബാബുവിന്റെയും രാധയുടെയും ഇളയ മകനായ ശ്രീജിത്ത് ബാബു മോനുസിന് സുഗു സുജിത് കുമാർ ആൻഡ് ഫ്രണ്ട്സിന്റെയും അനിത സ്റ്റിക്കർ വർക്കിന്റെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ശ്രീജിത്ത് ബാബു. ശ്ശെ, കട്ട്, കട്ട്, കട്ട്. ഒന്ന് അനങ്ങി ചെയ് സൂചേട്ടാ. ഏത് ഇത് ഈ അവസാനത്തെ മറ്റേ അനങ്ങി ചെയ്യാൻ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എന്റെ പൊന്നു സുമേ, ഇതിന് നന്നാക്കാനൊന്നും പറ്റൊന്നുമില്ല. ഇതിന്റെ മോട്ടറൊക്കെ പോയി. ഒരു പഴയ മോട്ടർ വെച്ച കുഞ്ഞായി. ഇനി ഈ മിക്സിയുടെ ആകെയുള്ളത് ഇതാ ഇതാ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈകുന്നേരം ചമ്മന്തി അരയ്ക്കാനുള്ള. ചമ്മന്തി ഞാൻ വീട്ടിൽ നിറച്ചുകൊണ്ട് തന്നാൽ മതിയോ? എന്നെ ഇന്നൊന്ന് രക്ഷപ്പെടുത്താൻ. അതൊരു 7:30 ആകുമ്പോ കൊണ്ടുവന്നാ മതി. 7:30. ഞാൻ തമാശ പറഞ്ഞ ബാബു മോനുസ്. ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ടുള്ള കാര്യമുണ്ടോ സൂചേട്ടാ? അതെ, ഈ ഫോണിന്റെ ബാക്കിൽ ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നൊരു മിഷൻ വരുന്നുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ബാക്കിൽ ഇങ്ങനെ വരും കവർ. സൂചേട്ടാ, എനിക്ക് വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ട്. നല്ല ചെറുക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല. എനിക്ക് ജോലിയുണ്ടല്ലോ. ശരിയാണ്. മാങ്ങാ ചമ്മന്തി മതിയേ. 7:30. പാവം, നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണോടാ. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും പയ്യന്മാരുണ്ടാവും? എടാ എന്നോട് അവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണു വയ്ക്കാനാ പറഞ്ഞത്. ഈ ചേട്ടിയുടെ കടയിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇടത് സുധാകരന്റെ പെങ്ങളാണ്. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. പിന്നെ കടയുടെ കേസ് ഈ ചിരിക്കണ കേസൊക്കെ നാളെ കോയമ്പത്തൂർ ഈ പ്രിന്റർ കൊണ്ട് വരുമ്പോഴേക്ക് മാറും മൊത്തം. കോയമ്പത്തൂരാണ്. ഞാനും കൂടി ട്രെയിൻ വന്നു തിരിച്ച്. ട്രെയിനാ? ബുള്ളറ്റ് ഉള്ളപ്പോഴാ? എടാ ബുള്ളറ്റിന് പോടാ. നമ്മൾ രണ്ടുപേരും കൂടിയാ. അപ്പൊ ഇവനെ കൊണ്ടുപോണ്ടേ? അവനെ കൊണ്ടുപോകാം. അവനെന്തിനും ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എടാ ഞാൻ മാത്രം വേണ്ടി എടുക്കാം. തമിഴ്നാട്ടിലെ കല്ലുണ്ട് ടെസ്റ്റ് ചെയ്യാം. എന്നാ രാവിലെ പോയേക്കാം. നീ മാത്രം വേണ്ടി എടുക്കുക. എന്റെ പൊന്ന് പാച്ച സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓരോ സാധനം മേടിച്ചോണ്ടെന്ന് ഇതൊക്കെ ചുമന്നോട് എടുക്കണേ എന്തൊരു കഷ്ടമാണ്. ഇതാരത്? രാജസ്ഥാനിലെ രാജാവാ. രാര. പാച്ച രണ്ടെണ്ണം അടിക്കണ്ട കോയമ്പത്തൂർ വന്നിട്ട് വാ. സൂചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടില്ല ഞാൻ നിർത്തിയത്. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ തന്നെ എന്നെ കൊണ്ട് അടുപ്പിക്കാൻ പോവാണോ? പാച്ച ഈ ജീവിതം എന്ന് പറയണതേ ചിലപ്പോഴൊക്കെ ആഘോഷിക്കാൻ കൂടിയുള്ള, ചിലപ്പോഴൊക്കെ ഇന്നാണ് നിന്റെ ചിലപ്പോഴൊക്കെ. വാങ്ങട പാച്ച. ഇനി അടിക്കണമല്ലോ. താങ്ക്സ് ചേട്ടാ. ചിലപ്പോഴൊക്കെട്ടാ. ലാസ്റ്റ് പെക്ക്. സൂചേട്ടാ ഒരെണ്ണം മേടിച്ചാലോ? ചിലപ്പോഴൊക്കെ.
എത്ര നേരം ആശാൻ ഈ കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ആ ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ കെട്ടാമണ പെണ്ണല്ല ആശാൻ, അങ്ങോട്ട് തട്ടി വിളി ആശാനെ. മനുഷ്യനെ ടെൻഷനാക്കണ്ട, തട്ടി വിളിക്കാതെ. ഞാൻ മോളെ ചക്കരയാ. പീറ്ററിനെ പോന്നു. അതിപ്പോ ഞങ്ങള് ജസ്റ്റ് നോ ഇപ്പൊ വന്നുള്ളൂ. ആ കുട്ടി പറഞ്ഞോളൂ. കുഴപ്പമില്ല. ഇപ്പൊ കല്യാണം മാറ്. എടാ ജാഫറാണല്ലോ. ജാഫറെ അണത്തിനിടെ എങ്ങനെയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്താന്ന് വെച്ചാൽ വേഗം നോക്ക് ജാഫർ. എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര് ഷിബ ബേബി. ബേബി. ആ ബേബി, അതാണ് എന്റെ ഡാഡി, റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ, ബാക്കിയുള്ളവർ വാ. പോരട്ടെ, come on. ജാഫറെ അവിടേക്ക്. ജാഫറെ. ജാഫറെ ഹായ് ജാഫർ. എന്താണ് ഇത്? ജാഫറെ, നീയും ഗുണ്ട ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്റെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി നിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. അയ്യോ, ഇങ്ങനൊന്നും പറയല എന്റെ ജാഫ്രിക്ക. പറയാതെ പിന്നെ ഇവളെ കെട്ടിക്കഴിഞ്ഞ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല വയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാ കൂട്ടാ. എടാ, അവിടെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവള്. അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ, എതിർത്താൽ ജാഫറെ പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫറെ. ഡാഡി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ നിന്റെ അമ്മയുടെ ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തയെ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി. ഹലോ, ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്ററാ, പീറ്റർ മനസ്സിലായടാ. വണ്ടി മൊത്തം പോയടാ. സ്ഥലം നല്ലടി കിട്ടും. നമുക്ക് പോവാം. വണ്ടി എടു. ഹെൽമെറ്റ് താക്കോല്. ചേട്ടാ ഈ വഴി എന്നെ പോവാന്നോ? കുഴപ്പമില്ലടാ, അവിടെ നമുക്ക് കത്തിച്ചൂടാ.
சும்மா பிரச்சனை பண்ணிட்டு இருக்கீங்க. സൂചേട്ട ഒരാളെ കൊന്നല്ലേ? സൂചേട്ടാ ചേട്ടാ സൂചേട്ടാ കുഞ്ഞായി വരണ തോർത്തപ്പോ നമുക്ക് വരണ്ടാർന്നടാ. എടാ സുജിത് കുമാറില്ലേ, അയാൾ വണ്ടി വെച്ചിട്ട് ഞാൻ കൊടുത്തില്ലടാ. അയാൾ പ്രാഗീതാണ്, ഉറപ്പടാ അയാൾ പ്രാഗീതാണ്. ചേട്ടാ അച്ഛൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. അയാൾ പ്രാഗൂടാ, അയാൾ പ്രാഗിപ്രാഗിയാണ് ഞാൻ ഇരിക്കുന്നത്. ചേട്ടാ എടാ അമ്മ ചോറിനെ തന്നിട്ട് അച്ചാറില്ലടാ, അത് നമ്മൾ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചില്ലടാ, അതിന്റെ ശാപോടാ അമ്മ. ചേട്ടാ എടാ അവര് വരൂടാ, അവര് വരും. മായനദിൽ മാത്രം പിടിച്ചോണ്ട് പോയിട്ട് എന്നെ കാട്ടിക്കൊണ്ട് വെടിവെച്ച് കൊല്ലൂടാ. മായാനദിയാ? ചേട്ടാ സൂചേട്ടാ ഇത് പിടിച്ചേ, ചേട്ടാ കരയല്ലേ? സൂചേട്ടാ കരയല്ലേ? ഞാൻ കറിയൂലടാ, ഞാൻ കറിയൂല. ആര് കറിയാണ്? സുഖം പണ്ടേ തീരുമാനിച്ച കറിയൂലത്. ചേട്ടാ എഴുന്നേറ്റെ, സൂചേട്ടാ എഴുന്നേറ്റെ. താക്കോലും കടി, ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് പോവാം. വാ വാ. വേണ്ട ഞാൻ എടുത്തോളാം വണ്ടി. വാ. എന്റെ ബാക്കി എന്റെ പൈസ ഇല്ല, വേണമെങ്കിൽ ചായ അടിച്ചു തരാം. ഇവിടെ ഗൂഗിൾ പേ അല്ലേ ഉള്ളൂ. ചായ കുടിക്കാൻ നല്ല ചൂട് ചായ, ചന്ദ്രന്റെ നല്ല ചൂട് കടികൾ. വെറും കടികളല്ല, വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് നല്ല ചൂട് കടി, ചൂട് ചായ. എനിക്ക് ഈ പ്രശ്നം വയ്യ. എനിക്ക് ഞാൻ വല്ല കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് കീഴടങ്ങാൻ പോവുകയാണ് ഞാൻ. പോലീസ് എന്താ സൂചേട്ടാ നമുക്ക് ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പോലീസ്. സൂചേട്ടാ നമുക്ക് ആ ലോഡ്ജിൽ വിളിച്ചിട്ട് അവിടെ പറയണോന്ന്. സൂചേട്ടാ അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. ചേട്ടാ രണ്ട് ബൂസ്റ്റ്, രണ്ട് അവിടെ പോലീസ് വന്നിട്ടുണ്ടല്ലേ പ്രശ്നമുള്ളൂ. അതെ വേണ്ട. അവിടെ പോലീസ് വന്നിട്ടുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് സൂചേട്ടന്റെ ഫോണിൽ നിന്ന് ലോഡ്ജിലോട്ടൊന്ന് വിളിച്ചു നോക്കാം. എടുക്കണം, ബൂസ്റ്റ് മേടിച്ചില്ലേ പിന്നെന്താ? സൂചേട്ടാ ഹലോ ഹലോ மேரி லுக் தானே? ஆமா மரிலாஜா சொல்லுங்க. ഞാൻ ലിംഗസ്വാമി பேசுறேன். சின்னலிங்கமா பெரியலிங்கமா? ഒരു ആവറേജ് ആവറേജ് റൂം இருக்கா? ரூமா இங்க போலீஸ் பிரச்சனை ஓடிட்டு இருக்குது, அப்புறமா ஃபோன் பண்ணுங்க. ഇത് പിടിച്ചേ സൂചേട്ടാ. സിമ്മൂരി കാട്ടിക്കളഞ്ഞിട്ട് ഫോൺ എടുത്ത് തോട്ടിലിറങ്ങും, അവിടെ മൊത്തം പോലീസാ. കഷ്ടകാലം എല്ലാരും തരലാണ്. എന്തൊരു നെറ്റ് കൂടെ ഉണ്ട്, എന്തൊരു നെറ്റ് ഉറപ്പായിട്ടും പോയിട്ടും. വാ വണ്ടി കയറി, ഇത് നമ്മുടെ നിൽക്കും തോന്നില്ല. വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. എനിക്കൊരു കൊച്ചനുണ്ട്, തങ്കു. ഓ നിനക്ക് ഈ സമയത്ത് തന്നെ അമ്മായിയുടെ കൊച്ചച്ഛൻ്റെ അടുത്ത് വിരുന്നിനാണോ അല്ലേ? ഞാൻ ജയിലിൽ പോയിക്കോട്ടെ. ചേട്ടാ ഇത് അങ്ങനല്ല, ബിൽഡപ്പ് ഉണ്ട്. തങ്കു കൊച്ചച്ഛൻ, ഞാൻ കുറച്ച് നാൾ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. ഒരു എക്സ് ഗുണ്ടയാണ്, പക്ഷെ ഇപ്പോ ലീഗൽ കൺസൾട്ടന്റ് ആണ്, നിയമോപദേശകൻ. ലൂപ്പ് ഹോൾസ് കിട്ടാൻ വേണ്ടി സുപ്രീം കോർട്ട് വക്കീൽ വരെ പുള്ളിയെടുത്ത് വരാറുണ്ട്. നമ്മുടെ സുഖിച്ചേട്ടൻ്റെ പ്രശ്നത്തിന് പുള്ളി കറക്റ്റാണ്. ഗുണ്ട ആക്ടിപ്പെടുത്തി നാട് കടത്തിയതാ. പക്ഷെ പുള്ളി കായലിലൊരു ബോട്ടിലാണ് താമസം. കരയിൽ വന്നാലല്ലേ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. തങ്കു കൊച്ചച്ഛൻ. എന്നാലും പട്ടീസ് കൊണ്ട് ഒരാളെ തട്ടുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം. തങ്കു കൊച്ചച്ഛൻ കേസിന്റെ കാര്യം പറ. കേസിന്റെ കാര്യം 1 മാസം കൊണ്ട് നിന്നെ പോലീസ് പൊക്കും. ഇവനെന്റെ പിൻഗാമിയാവണ്ടോനാ.
കറക്റ്റ് സമയത്ത് അച്ഛനവനെ മാറ്റിക്കളഞ്ഞു. കുഴപ്പമില്ല, നല്ല സ്ഥലത്താണ് എത്തിയേക്കുന്നത്. ഇട്ടത് ക്യൂ നോട്ടാണോ കെ നോട്ടാണോ? ക്യൂ ആണോ കെ ആണോ ഇട്ടത്? ക്യൂ ആണ്. തങ്കക്കൊച്ച കേസിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കും. എടാ ഇപ്പൊ പഴയതുപോലെ അല്ല, പോലീസ് ഭയങ്കര സ്ട്രോങ്ങാ. അവരിത് എപ്പോ പൊക്കിന്ന് ചോദിച്ചാൽ മതി. മാത്രമല്ല നിന്റെ ലൈസൻസ് ബുക്ക് അവിടെ കൊണ്ടുവച്ചിരിക്കല്ലേ? സോറി കേട്ടോ. ക്ലീൻ ആയിട്ട് ചെയ്യണ്ടാ. പിന്നെന്തിനാ ഈ ഒരു മാസം? എടാ ഈ തട്ടിപ്പോയ പോലെ അഡ്രസ് ഇല്ലാത്തവനാണെങ്കിൽ ഇത് ട്രാഫിക് പോലീസിന്റെ ടേബിളിൽ കിടന്ന് കറങ്ങും. അതിനാ ടൈം. അവിടെ നിന്ന് ക്രൈം സെല്ലിലെത്തിയ 5 ദിവസം പോലീസുകാർ നിന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന് നിൽക്കും. രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേട്ടാ. ലൈസൻസ് എടുത്താല നീ അങ്ങോട്ട് ചെന്ന് പിടി കൊടുത്തില്ലേ 1 മാസം സമയം കിട്ടും. അതിപ്പോ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അണ്ണാ ടൈമായി. പട്ടി തെണ്ടി കള്ളയവരാതി തറനാറി നായിന്റെ മക്കളെ, നല്ല നമസ്കാരം. അപ്പൊ ഫ്രണ്ട്സ്, എന്നെ നാട് ഘടകടത്തിന്ന് വീപ്പിളക്കി നടക്കുന്ന പോലീസുകാരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി തങ്കു വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാ, നിങ്ങളെ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് പുറകില്. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് പിടികളാ പന്നീന്റെ കുഞ്ഞുങ്ങളെ. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ. പോലീസ് പിടിക്കാതിരിക്കാനാണ് മാർഗമില്ലാത്തുള്ളൂ. ശിക്ഷയിൽ അളവ് വരുത്താൻ ഒരു മാർഗമുണ്ട്. സൂപ്പർ ക്ലീഷയാ. ഭ്രാന്ത് അഭിനയിക്കാൻ വല്ലതുമാണോ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. വലിയ ആളെ ചേട്ടാ ജസ്റ്റ് ഒന്ന് ബോട്ട് അടിപ്പിക്കാവോ? ഇറങ്ങാനായിരുന്നു, നീന്തൽ അറിഞ്ഞൂടാ. ഈ ലോകത്തിൽ ഏത് അഡ്വക്കേറ്റ് എടുത്ത് പോയാലും നീ രക്ഷപ്പെടില്ല. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞു IPC section 84. An act of a person of unsound mind. Nothing is an offensive which is done by a person who, at the time of doing it, by reason of unsoundness of mind, He is capable of knowing by the nature of or that he is doing is either wrong or contradictory to law. Okay. ഞാൻ പണ്ടേ കൺവിൻസ് അല്ലേ സൂചേട്ടാ. തങ്കക്കൊച്ചാ ഇതപ്പോ എവിടുന്ന് കിട്ടും? എടാ എനിക്കറിയാവുന്ന ഒരു സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി. പിന്നെ നീ കൊന്നിട്ട് വന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഭ്രാന്ത് ഉണ്ടായിട്ട് മാറിയവർക്ക് ഗവൺമെന്റിന്റെ ഒരു വായ്പാ പദ്ധതി ഉണ്ട്, സാമൂഹ്യ നീതി വകുപ്പിന്റെ. അത് കിട്ടാനാന്ന് പറഞ്ഞേച്ചാ മതി. അയാൾ പറഞ്ഞിട്ട് ഒക്കെ കേട്ടാ അവിടെ നിന്നേക്കാം. പറഞ്ഞിരുന്നോട്ടാ. വിദ്യുത് മാനസികാരോഗ്യ കേന്ദ്രം പ്രകൃതിയോടിണങ്ങി മനസ്സിനെ കുതിർത്ത് ചികിത്സിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു മാനസികാരോഗ്യ കേന്ദ്രം. യോഗാചാര്യൻ വിദ്യുത് മോഹൻ തന്റെ തന്നെ ഓർമ്മയ്ക്കായി തുടങ്ങിയ ഈ ക്ലിനിക്കിന്റെ വളർച്ചയിൽ നിങ്ങളും ഭാഗമാവൂ. ബി മെന്റൽ ബട്ട് നെവർ ബി ജഡ്ജ്മെന്റൽ. എടാ പുള്ളി തരുമോ? തങ്കക്കൊച്ചൻ പറഞ്ഞില്ലേ, അപ്പൊ എന്തായാലും കിട്ടും. വേറൊന്നുമില്ല, എന്റെ സമയം നല്ല സമയമുള്ള. ശരി സാർ, ഈ സാമൂഹ്യ നീതി വകുപ്പിന്റെ ഒരു ലോൺ കിട്ടാൻ വേണ്ടിയാ ചേട്ടന് സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. താങ്ക് യു സാർ, താങ്ക് യു. ഡോക്ടറെ, സുഖുവിന്റെ ജീവിതം ഡോക്ടറോട് ഒന്നും കിടപ്പില്ല. മരിച്ചാലും അപ്പോ 10 ദിവസം ചികിത്സയിൽ കഴിയേണ്ടി വരും. അയ്യോ, എനിക്കതിന് അസുഖമൊന്നുമില്ല. അസുഖമില്ലെങ്കിൽ പിന്നെ എന്തിനാ സർട്ടിഫിക്കറ്റ്? സൂചേട്ടാ, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചേക്ക്. വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം. നീ ചുമ വരുത്തി ഈ പകരത്തിനാരെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല, സൂചേട്ട നിൽക്കും. രണ്ടുപേരൊന്ന് മാറുന്നേ യൂണിഫോം തരാട്ടോ. അപ്പൊ സൂചേട്ടാ, ഞാനൊരു നെയ്ക്കിന് കോയമ്പത്തൂർ ലൈസൻസ് കിട്ടുമെന്ന് നോക്കട്ടെ. എന്റെ പൊന്നു പാച്ച, ദൈവത്തോർത്ത് ഈ പോലീസിനെ വിളിച്ചിട്ട് വരലേട്ട. നീ പോലീസൊന്നുമില്ല, അത് ഞാൻ നോക്കിക്കോളാം. ഞാനൊന്ന് ബുള്ളറ്റ് എടുത്തിട്ട് പോവല്ലേ? എന്തിനാടാ ബസ്സിന് പോയത്? ബസ്സിനോട്ടോ. ശരി പോ. ചത്തല്ല കൊടുക്കണ്ട ചേട്ടാ, എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. അവന്റെ നിങ്ങളുടെ പണം ഒരുപാട് പണിയുണ്ട്. ഹലോ, എന്ത് ചെയ്യാ? ഞാൻ വീട്ടിൽ നിന്ന് കടയിൽ പോവാ. ഞാൻ കുളിക്കാൻ പോവാണേ. നീ ഇവിടെ ഇരിക്കാണോ? ഒരു കുളിയുണ്ട്.